ഓഗസ്റ്റ് 21 ബുധനാഴ്ച, സമയം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കാം. ഇന്നത്തെ വാർത്തകൾ വിശേഷങ്ങളൊക്കെ നമുക്ക് ആരംഭിക്കാം. ഇന്ന് രാവിലെയും മഴയായിരുന്നു. മഴ കൊണ്ടിട്ടാണ് നമ്മളൊക്കെ ഓഫീസിലെത്തിയിട്ടുള്ളത്. നിങ്ങളുടെ ഭാഗത്തൊക്കെ മഴയുണ്ടെന്ന് കരുതുന്നു, ചില സ്ഥലത്ത് മഴ മാറിയെന്ന് കരുതുന്നു. ഏതായാലും 2-3 ദിവസം കൂടി സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ മലബാർ മേഖലയിൽ പ്രത്യേകിച്ചും മഴയുണ്ടാവുന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയ എങ്ങനെയാണ് നമ്മൾ സുരക്ഷിതരായിരിക്കുക എന്നുള്ളതാണ്. ഏത് മഴക്കാലം വന്നാലും നമ്മൾ സുരക്ഷിതരായിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ വിശേഷങ്ങൾ. ഇപ്പോൾ കോഴിക്കോട് ജില്ല കേന്ദ്രീകരിച്ച് വലിയൊരു തട്ടിപ്പ് നടന്നിരുന്നു. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകരയിൽ ആ ബ്രാഞ്ചിൽ നിന്ന് 26 കിലോഗ്രാം സ്വർണ്ണമാണ് കടത്തിപ്പോയത്. അവിടുത്തെ മുൻ മാനേജർ 17 കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിലൊരു അപ്ഡേഷൻ ആദ്യം നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ശാഖയിലെ മുൻ മാനേജർ കോയമ്പത്തൂർ മേട്ടുപ്പാളയം സ്വദേശി മതാ ജയകുമാർ 26 കിലോഗ്രാം സ്വർണ്ണത്തിന് പകരം ബാങ്കിൽ സൂക്ഷിച്ച വ്യാജ സ്വർണം പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നതാണ് വാർത്ത. ഇപ്പോൾ ഇൻസ്പെക്ടർ, നമ്മൾ CA ഇപ്പോൾ ഇൻസ്പെക്ടർ എന്നാണ് പറയുക. പണ്ടൊക്കെ CA എന്ന് പറയുന്ന സമയത്ത് അവരുടെ ഭാഷയിൽ ബ്രാവോ. ഇപ്പോൾ ഇൻസ്പെക്ടറാണ്, IP ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഇപ്പം CA എന്നുള്ള വാക്ക് ഇൻസ്പെക്ടർ N സുനിൽകുമാറിൻ്റെ നേതൃത്വമുള്ള സംഘമാണ് ബാങ്കിൽ എത്തി സ്വർണം കസ്റ്റഡിയിൽ വാങ്ങിയത്. അർജുന, ദൃശ്യങ്ങളൊന്ന് പ്രേക്ഷകരെ കാണിക്കണം. മതാ ജയകുമാറിന് സ്വർണം കസ്റ്റഡിയിൽ വാങ്ങി. ജീവനക്കാരിൽ നിന്നും വിവരങ്ങൾ എടുത്ത ശേഷം ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ കഴിഞ്ഞ ദിവസം ശേഖരിച്ചിരുന്നു. ബാങ്കിലെ CCTV അടുത്ത ദിവസം പരിശോധിക്കും. ഇപ്പോൾ ബാങ്ക് അധികാരികൾ സമയം ആവശ്യപ്പെട്ടതിനാലാണ് പരിശോധന മാറ്റിയത്. കർണാടക തെലങ്കാന അതിർത്തിയിലെ ബീബർ ജില്ലയിലെ ഹംനാബാദിൽ നിന്ന് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത മതാ ജയകുമാറിനെ കൊയിലാണ്ടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ചോദ്യം ചെയ്യുന്നതിന് കസ്റ്റഡിയിൽ കിട്ടാൻ ഇന്ന് വടകര JFCM കോടതിയിൽ പോലീസ് അപേക്ഷ നൽകും. അപ്പോൾ സ്വർണ്ണം എന്തു ചെയ്തു എന്നതിനെക്കുറിച്ച് വ്യക്തമായ വിവരം പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് സൂചന. തട്ടിപ്പിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്നതിനും വ്യക്തത വന്നിട്ടില്ല. തിങ്കളാഴ്ച വൈകിട്ട് വടകരയിലെത്തിച്ച മതാ ജയകുമാറിനെ, അദ്ദേഹമാണ് മുൻ മാനേജർ, പ്രതികൾ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പം മുൻ മാനേജറെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാത്രമേ പോലീസിന് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം സ്വർണം നഷ്ടപ്പെട്ടത് സംബന്ധിച്ച് സ്വകാര്യ ധനകാര്യ സ്ഥാപനം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. ഇവർ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ വിവിധ ശാഖകളിലായി വെച്ച 40 കോടിയോളം രൂപ സ്വർണം പണയം വെച്ച് 40 കോടിയോളം രൂപ വായ്പ എടുത്തിട്ടുണ്ട്. വടകര ശാഖയിൽ 42 അക്കൗണ്ടുകളിൽ നിന്നായി 26 കിലോ 240 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടു എന്നാണ് ബാങ്കിൻ്റെ പരാതി. ഇത് മുഴുവൻ ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൻ്റെതാണെന്ന് ബാങ്കിൻ്റെ അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സാധാരണക്കാരുടെ സ്വർണ്ണമൊന്നും പെട്ടിട്ടില്ല കേട്ടോ. അതൊക്കെ പെടുകയാണെങ്കിൽ ഇപ്പോൾ നിരവധി പരാതി. ഇതൊരൊറ്റ കേന്ദ്രത്തിൻ്റെ, ഒരൊറ്റ സ്ഥാപനത്തിൻ്റെ, സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൻ്റെ സ്വർണം മാത്രമാണ് അവിടുന്ന് മോഷണം പോയി പകരം മുക്കുപണ്ടം വെച്ചിട്ട് മുൻ മാനേജർ 17 കോടി രൂപ തട്ടിയിട്ടുള്ളത്. അപ്പോൾ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് പിന്നെ ഉന്നത ഉദ്യോഗസ്ഥരും വടകരയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് പിന്നിൽ വേറെ ആരെങ്കിലും സഹായമുണ്ടോ? മതാ ജയകുമാർ മാത്രമാണോ 17 കോടി രൂപയുടെ ഈ വലിയ തട്ടിപ്പ് നടത്തിയെന്നുള്ളതിനെക്കുറിച്ചൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.